യെസ്, എല്ലാവർക്കും വെൽക്കം. എല്ലാവർക്കും വെൽക്കം. എല്ലാവരും തന്നെ ഇത് മോഡൽ എക്സാം ഫസ്റ്റും സെക്കൻഡും നന്നായിട്ട് പഠിച്ചു എന്ന് കരുതുന്നു. എല്ലാവരും തന്നെ ഇത് മോഡൽ എക്സാം ഫസ്റ്റും സെക്കൻഡും നന്നായിട്ട് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് മോഡൽ എക്സാം, ദ തേർഡ് മോഡൽ എക്സാം, വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള, വളരെ നല്ല ഡെപ്തോട് കൂടിയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റും സെക്കൻഡും എല്ലാവരും നന്നായി പഠിച്ചു എന്ന് കരുതുന്നു. സോ ദ തേർഡ് ക്വസ്റ്റ്യൻ സീരീസ് നോക്കാൻ പോകുന്നത്. സോ എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചാൽ ആദ്യം. ഒരു ക്വസ്റ്റ്യൻ കൈ കിട്ടുമ്പോൾ ആദ്യത്തെ 2 നിമിഷം നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യനും 4 ഓപ്ഷൻ നന്നായിട്ട് വായിക്കുക. ദ മുതലേർ കമ്മിറ്റി വാസ് ലോഞ്ച്ഡ് ഇൻ ദ വിച്ച് ഓഫ് ദ 5 ഇയർ പ്ലാനിലാണ്, താഴെ പറയുന്ന ഏത് 5 ഇയർ പ്ലാനിലാണ് ഈ പറഞ്ഞു കഴിഞ്ഞാൽ മുതലേർ കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തത് ഏതായിരിക്കും? ദ ഫസ്റ്റ് 5 ഇയർ പ്ലാനിലാണോ, സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണോ, ഓർ ദ തേർഡ് 5 ഇയർ പ്ലാനിലാണോ, ഓർ ദ ഫോർത്ത് 5 ഇയർ പ്ലാനിലാണോ? സാധാരണയായിട്ട് എല്ലാവരും ഇത് 5 ഇയർ പ്ലാൻ വിട്ടുപോകുന്ന ടോപ്പിക്കാണ് അല്ലെ? നിങ്ങൾ എല്ലാവരും തന്നെ സ്റ്റാഫ് നേഴ്സിന് പഠിക്കുന്ന സമയത്ത് ഇത് 5 ഇയർ പ്ലാനെ കുറിച്ച് എന്താണ് അങ്ങ് നോക്കാതെ പോകും. എല്ലാവരും പഠിക്കുക എന്താ, ഈ പറഞ്ഞ കമ്മിറ്റീസ് പഠിക്കുമ്പോൾ ഇത് ബോർ കമ്മിറ്റി പഠിക്കും, ദ മുതലേർ കമ്മിറ്റി പഠിക്കും, ആൻഡ് ദ ശ്രദ്ധ കമ്മിറ്റി പഠിക്കും, ആൻഡ് ദ മുഖർജി കമ്മിറ്റി പഠിക്കും. അങ്ങനത്തെ കമ്മിറ്റീസ് എല്ലാം പഠിക്കും. പക്ഷെ അത് ഏത് 5 ഇയർ പ്ലാനിലാണ് വന്നതെന്ന് ഇതുവരെ നോക്കിയിട്ടില്ല. സത്യമല്ലേ? ചോദിക്കും, ക്വസ്റ്റ്യൻ വരാം. സോ അറിയാം. ആദ്യം അറിയേണ്ട കാര്യം, ഫസ്റ്റ് തന്നെ അറിയേണ്ട കാര്യം, ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്ന മുമ്പ് നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം, ഇത് ബോർ കമ്മിറ്റി വന്ന വർഷം ഏതാ? പറയണം. ഇത് ബോർ കമ്മിറ്റി വന്ന വർഷം ഏതാ? വന്ന വർഷം സ്റ്റാർട്ട് ചെയ്തത് 1943-ലാണെങ്കിലും 43-ലാണെങ്കിലും എന്താ നമ്മളിപ്പോഴും പറയുന്ന വർഷം ഏതാ? 1946 അല്ലേ? സോ 1946 ദ ബോർ കമ്മിറ്റി എന്ന് പറയുന്നത് 46. ഇനി അതിന് പ്രത്യേകം എന്താ? ഈ പറഞ്ഞ ദ ബോർ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഇത് ഹെൽത്ത് സർവേയും ആൻഡ് ദ പ്ലാനിങ് ആണോ, ഓർ ദ ഡെവലപ്മെന്റ് ആണോ? സർവേയും ആൻഡ് ദ പ്ലാനിങ് ആണോ, ഓർ ദ ഡെവലപ്മെന്റ് ആണോ? ഹെൽത്ത് സർവേ ആൻഡ് ദ ഡെവലപ്മെന്റ് കമ്മിറ്റി അല്ലേ? ഹെൽത്ത് സർവേ ആൻഡ് ദ ഡെവലപ്മെന്റ് കമ്മിറ്റിയാണ് ദ ബോർ കമ്മിറ്റി എന്ന് പറയുന്നത്. സോ ഇത് എപ്പോഴാണ് ഇത് 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതാ? ഇത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതാ? അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത വർഷം 1951 തൊട്ട് 56 വരെ. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത വർഷം 1951 മുതൽ 56 വരെ. സോ ദ ബോർ കമ്മിറ്റി മുമ്പേ ആണ്. ശരിയല്ലേ? ദ ബോർ കമ്മിറ്റി തൊട്ട് മുൻപേ ആണെന്ന കാര്യം ഫസ്റ്റ് ഓർമ്മ വേണം. ഇനി നാം കമ്മിറ്റീസ് പഠിക്കുമ്പോൾ ഇതിൽ വരാൻ സാധ്യതയുള്ള കമ്മിറ്റീസ് ഏതൊക്കെയാണ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. സോ കമ്മിറ്റീസ് പഠിക്കുമ്പോൾ ഇത് സെക്കൻഡ് 5 ഇയർ പ്ലാൻ എപ്പോഴാ? അപ്പൊ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വന്നില്ലെന്ന് മനസ്സിലായി. അപ്പൊ സെക്കൻഡ് 5 ഇയർ പ്ലാൻ എപ്പോഴാ? സെക്കൻഡ് 5 ഇയർ പ്ലാൻ എപ്പോഴാ? 1956 തൊട്ട് 56 തൊട്ട് 61 വരെ അല്ലേ? 1956 തൊട്ട് 61 വരെയാണ് ദ സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ കമ്മിറ്റീസ് നോക്കുമ്പോൾ അവിടെ ഏത് കമ്മിറ്റി ഉണ്ട്? 1956-നും 61-നും കമ്മിറ്റി ഉണ്ട്. അറിയാം. ചോദ്യം ക്വസ്റ്റ്യൻ കണ്ടു കാണും. ഇത് മുതലിയാർ കമ്മിറ്റിയിൽ ചോദ്യത്തിൽ തന്നെയുണ്ട്. ഫോളോയിങ് 5 ഇയർ പ്ലാനിലാണ് ഇത് മുതലിയാർ കമ്മിറ്റി വന്ന വർഷം 1956-നും 61-നും ദ സെക്കൻഡ് 5 ഇയർ പ്ലാൻ വരുന്നത് അല്ലേ? 1956-നും 61-നും സെക്കൻഡ് 5 ഇയർ പ്ലാൻ വരുന്നത്. സോ ദ മുതലിയാർ കമ്മിറ്റി എവിടെയായിരിക്കും? ഏതിലാ വരുന്നത്? ഇൻ ദ സെക്കൻഡ് 5 ഇയർ പ്ലാനിലെ. സോ ദ മുതലിയാർ കമ്മിറ്റി വരുന്നത് ദ സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ്. സോ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയാലോ എല്ലാവർക്കും? കിട്ടിയോ? ആലോചിച്ച് സിമ്പിൾ കാര്യമല്ലേ? സിമ്പിൾ കാര്യം. നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ദ സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ് ദ മുതലിയാർ കമ്മിറ്റി വരുന്നത്. ദ സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ് മുതലിയാർ കമ്മിറ്റി വരുന്നത്. ശരിയാണല്ലോ? ഉത്തരം കിട്ടിയല്ലോ? കിട്ടി. സോ ഞാൻ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു തരാം. ദ കമ്മിറ്റീസ് നോക്കുമ്പോൾ കമ്മിറ്റീസും ആൻഡ് ദ 5 ഇയർ പ്ലാൻ തമ്മിൽ ബന്ധപ്പെടുത്തി ചോദ്യം വരാം. അല്ലെങ്കിൽ കമ്മിറ്റീസ് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ 5 ഇയർ പ്ലാൻ കൂടെ ചേർത്ത് ചോദിക്കാം. അറിയേണ്ട കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഫസ്റ്റ് കമ്മിറ്റി ഏതാ? ഇത് ബോർ കമ്മിറ്റിയിൽ ഫസ്റ്റ് കമ്മിറ്റി ഏതാ? ദ ബോർ കമ്മിറ്റി 1946 അറിയാം. 46 വർഷം ഓർമ്മിക്കുക. ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് എപ്പോഴാ?
അപ്പോയിന്റ്മെന്റ് ചെയ്തത് ഈ പറഞ്ഞത് ഹെൽത്ത് സർവേയും ആൻഡ് ദ ഡെവലപ്മെന്റ് കമ്മിറ്റി അപ്പോയിന്റ്മെന്റ് ചെയ്ത് എപ്പോഴാ 43 അപ്പോയിന്റ്മെന്റ് ചെയ്തെങ്കിൽ നമ്മൾ പഠിക്കുന്നത് ബോർ കമ്മിറ്റി 46 ദ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ടല്ലേ. സെക്കൻഡ് കമ്മിറ്റി ആരാ? ദ മുതലിയാർ. ഇവിടുത്തെ ചോദ്യം വന്ന ഭാഗങ്ങൾ സെക്കൻഡ് കമ്മിറ്റി ആരാ? ഇത് മുതലിയാർ കമ്മിറ്റി വന്ന വർഷം 1959 ഫസ്റ്റ് 59 വന്നെങ്കിലും എപ്പോഴും ഈ പറഞ്ഞ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് എപ്പോഴാ? റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷം 1962 അല്ലേ? 1962. സോ ഇത് ഇവിടെയാണ് സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ് മുതലിയാർ കമ്മിറ്റി ഉള്ളത്. സോ ദ സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ് മുതലിയാർ കമ്മിറ്റി ദ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ഇനി അറിയേണ്ട കാര്യം ഇത് ബോർ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞത് ഹെൽത്ത് സർവേ ആൻഡ് ദ ഡെവലപ്മെന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞു അല്ലേ? ശരിയല്ലേ? ദ ബോർ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ദ ഹെൽത്ത് സർവേയും ആൻഡ് ദ ഡെവലപ്മെന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞു. സോ ദ മുതലിയാർ കമ്മിറ്റി എന്തായിരിക്കും? ദ ഹെൽത്ത് സർവേയും ആൻഡ് ദ പ്ലാനിങ് കമ്മിറ്റി അല്ലേ? ഹെൽത്ത് സർവേയും ആൻഡ് ദ പ്ലാനിങ് കമ്മിറ്റി ആരാ? ഹെൽത്ത് സർവേയും ആൻഡ് ദ പ്ലാനിങ് കമ്മിറ്റി എന്ന് പറയുന്ന ആരാ? ഇത് മുതലിയാർ കമ്മിറ്റി. ചോദിക്കാം, ദ ഹെൽത്ത് സർവേയും ആൻഡ് ദ പ്ലാനിങ് കമ്മിറ്റി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മുതലിയാർ കമ്മിറ്റിയാണ്. ആൻഡ് ദ ഹെൽത്ത് സർവേയും ആൻഡ് ദ ഡെവലപ്മെന്റ് കമ്മിറ്റി ആരാ? ഹെൽത്ത് സർവേയും ആൻഡ് ദ ഡെവലപ്മെന്റ് കമ്മിറ്റി ആരാ? ബോർ കമ്മിറ്റിയാണ്. സോ ചോദ്യം എന്ന് എഴുതും. ഇത്രയും കിട്ടി. അപ്പോ ഇൻ ദ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ ആരാ? സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ ഇത് മുതലിയാർ കമ്മിറ്റി അല്ലേ? ദ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ വരുന്ന ആളുടെ പേര് ചോദിച്ചാൽ ഇത് മുതലിയാറാണ് സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ വരുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ ഇതിക്കൂടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം, ഇങ്ങനെ കൂടെ ചോദിക്കാം. ഇൻ ദ തേർഡ് 5 ഇയർ പ്ലാനിലായിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തിരിച്ചു ചോദിക്കാം. ഇൻ ദ തേർഡ് 5 ഇയർ പ്ലാനില് വന്ന കമ്മിറ്റിയുടെ പേരെന്താ? ചോദിക്കാടെ ദ തേർഡ് 5 ഇയർ പ്ലാനിൽ വന്ന കമ്മിറ്റി ഏതാ? 1961 തൊട്ട് 61 തൊട്ട് വർഷം ബാക്കിയോട് പറഞ്ഞേ. 60 തൊട്ട് 66 അല്ലേ? 61നും 66നും ഇടയിലാണ് തേർഡ് 5 ഇയർ പ്ലാൻ വന്നത്. 61നും 66നും ഇടയിലാണ് തേർഡ് 5 ഇയർ പ്ലാൻ വന്നത്. അവിടെയുള്ള കമ്മിറ്റിയുടെ പേരെന്താ? എല്ലാവർക്കും അറിയാം, ആൻസർ പറഞ്ഞേ. 61നും 66നും ഇടയ്ക്ക് ഏത് കമ്മിറ്റി ഉണ്ട്? പറഞ്ഞു ആർക്ക് പറയാം? ദ ഛദ്ദ കമ്മിറ്റി എന്ന വർഷം. ദ ഛദ്ദ കമ്മിറ്റി 1963 ദ ഛദ്ദ കമ്മിറ്റി ഉള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ദ ബേസിക് ഹെൽത്ത് വർക്കറിനെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്മിറ്റി ചോദിച്ചാൽ ദ ഛദ്ദ കമ്മിറ്റി അല്ലേ? ഇറ്റ്സ് എവരി 1000 പോപ്പുലേഷനിൽ ഒരു സിംഗിൾ ദ ബേസിക് ഹെൽത്ത് വർക്കർ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്മിറ്റി ചോദിച്ചാൽ ഛദ്ദ കമ്മിറ്റിയാണ്. വർഷം 1963. 63 ആണെങ്കിൽ വരുന്ന 5 ഇയർ പ്ലാൻ ഏതാ? ക്വസ്റ്റ്യൻ അങ്ങനെയും ചോദിക്കാം. 63 ആണെങ്കിൽ വരുന്ന 5 ഇയർ പ്ലാൻ ദ തേർഡ് 5 ഇയർ പ്ലാൻ അല്ലേ? 63 ആണെങ്കിൽ വരുന്ന 5 ഇയർ പ്ലാൻ ഏതാ? ഇൻ ദ തേർഡ് 5 ഇയർ പ്ലാനിലാണ് ദ ഛദ്ദ കമ്മിറ്റി വരുന്നത്. സോ അറിയണം, ചോദിക്കും. ഇൻ ദ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ ആരാ? ദ മുതലിയാർ കമ്മിറ്റി അല്ലേ? സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ ആരാ? ഇത് മുതലിയാർ കമ്മിറ്റി. ആൻഡ് ദ തേർഡ് 5 ഇയർ പ്ലാനിൽ ആരാ? ദ ഛദ്ദ കമ്മിറ്റി. ഇനി ബാക്കി അറിയണ്ടേ? ബാക്കി ഇനിയുണ്ടോ? ഇനി വേറെ 5 ഇയർ പ്ലാൻ ഉണ്ടോ? എങ്കിൽ എല്ലാം പഠിക്കണമല്ലോ. എല്ലാം പഠിക്കാം. തയ്യാറാണല്ലോ? എല്ലാം പഠിക്കാം. ഫസ്റ്റ് ആയി, സെക്കൻഡ് ആയി. ഇനി ദ തേർഡ് 5 ഇയർ പ്ലാൻ കേട്ടിട്ടുണ്ട്. തേർഡ് 5 ഇയർ പ്ലാൻ കേട്ടിട്ടുണ്ട്. ഏത് വർഷമാണ്? തേർഡ് 5 ഇയർ പ്ലാൻ? തേർഡ് 5 ഇയർ പ്ലാൻ 61 തൊട്ട് 1961 തൊട്ട് 1966 വരെ. 61 തൊട്ട് 66 വരെയാണ് ദ തേർഡ് 5 ഇയർ പ്ലാൻ വരുന്നത്. അവിടെ ഏതെങ്കിലും കമ്മിറ്റി ഉണ്ടോ? പറഞ്ഞില്ലേ? ഇപ്പൊ പറഞ്ഞതാ ദ ഛദ്ദ കമ്മിറ്റി പറഞ്ഞില്ലേ? ദ ഛദ്ദ വരുന്ന എവിടെയാ? ദ ഛദ്ദ കമ്മിറ്റി വരുന്നത് 61 66 ഇടയ്ക്കില്ലേ? സോ ദ തേർഡ് 5 ഇയർ പ്ലാനിൽ ദ ഛദ്ദ കമ്മിറ്റി മാത്രമാണോ? ഓർമ്മിച്ച് നോക്കി. ദ തേർഡ് 5 ഇയർ പ്ലാനിൽ വരുന്നത് ദ ഛദ്ദ കമ്മിറ്റി മാത്രം. എവിടെയെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ ഇത് മുഖർജി കമ്മിറ്റി കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ദ മുഖർജി കമ്മിറ്റി കേട്ടിട്ടുണ്ടല്ലോ? 1965 കമ്മിറ്റിയാണ് ഇത് മുഖർജി കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ 1961നും 66നും ഇടയ്ക്ക് ദ ഛദ്ദ കമ്മിറ്റി അല്ലേ? 1963 ഛദ്ദ കമ്മിറ്റിയും
65 ദ മുഖർജി കമ്മിറ്റി ഉണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും വരുന്ന 5 ഇയർ പ്ലാൻ ചോദിച്ചാൽ ദ തേർഡ് 5 ഇയർ പ്ലാൻ, 63 വന്ന ദ ചദ്ദ കമ്മിറ്റിയും 65 വന്ന ദ മുഖർജി കമ്മിറ്റി രണ്ടുപേരും വരുന്ന 5 ഇയർ പ്ലാൻ ചോദിച്ചാൽ ദ തേർഡ് 5 ഇയർ പ്ലാൻ. ദ തേർഡ് 5 ഇയർ പ്ലാൻ ഏതുകൊണ്ട് ഇതുവരെ 61 തൊട്ട് 66 61 മുതൽ 66 വരെയാണ് ദ തേർഡ് 5 ഇയർ പ്ലാന്റെ കാലാവധി. അപ്പോൾ അതിനിടയ്ക്ക് വരുന്ന രണ്ട് കമ്മിറ്റി ചോദിച്ചാൽ ദ ചദ്ദ കമ്മിറ്റിയും ദ മുഖർജി കമ്മിറ്റിയും, 63 ദ ചദ്ദ കമ്മിറ്റിയും 65 ദ മുഖർജി കമ്മിറ്റിയും. ശരിയല്ലേ? യെസ് യെസ്. ഇനി വേറെ പ്രത്യേകത ഇന്ത് തേർഡിൽ വേറെ ഉണ്ട്? ഒരെണ്ണം കൂടെ ഉണ്ട്, പറയടേ. ദ ജുങ്കൻ വാല കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ദ ജുങ്കൻ വാല? കേട്ടിട്ടുണ്ടോ? ദ ജുങ്കൻ വാല കമ്മിറ്റി വന്ന വർഷം, ദ ജുങ്കൻ വാല കമ്മിറ്റി വന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ അത് ഏത് 5 ഇയർ പ്ലാൻ ഇടയില? ഇന്ത ജുങ്കൻ വാല ഏത് 5 ഇയർ പ്ലാൻ ഇടയില? അതും തേർഡല്ലേ? അതും തേർഡ് 5 ഇയർ പ്ലാൻ ഇടയിലാണ് ദ ജുങ്കൻ വാല കമ്മിറ്റിയും വന്നത്. സോ ദ തേർഡ് 5 ഇയർ പ്ലാനിൽ വരുന്ന പ്രധാനപ്പെട്ട 3 കമ്മിറ്റി ചോദിച്ചാൽ ഏറ്റവും ആദ്യം ദ ചദ്ദ കമ്മിറ്റി വർഷം 63, രണ്ടാമത് വന്നത് ഇത് മുഖർജി കമ്മിറ്റി വർഷം 65, ആൻഡ് മൂന്നാമത്തെ കമ്മിറ്റി ദ ജുങ്കൻ വാല കമ്മിറ്റി. മറക്കരുത്, ഈ പറഞ്ഞ 3 കമ്മിറ്റീസും വന്നത് ഇൻ ദ തേർഡ് 5 ഇയർ പ്ലാനിലാണ്. 3 കമ്മിറ്റീസും വന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ദ 5 ഇയർ പ്ലാൻ കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാൻ പറ്റുമല്ലോ. സാധാരണ കമ്മിറ്റി ചോദിച്ചാൽ എഴുതാൻ പറ്റും, പക്ഷെ ഇതിന്റെ 5 ഇയർ പ്ലാൻ കണക്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൂടി എഴുതാൻ പറ്റണം. അങ്ങനത്തെ ക്ലാസ്സുകൾ ഞാൻ പഠിപ്പിക്കുന്നത് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇനി ഇതിന്റെ ഫോർത്ത് 5 ഇയർ പ്ലാൻ ആരെങ്കിലും ഉണ്ടോ? അടിക്കടേ, പറയടേ. ഇതിന്റെ ഫോർത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഫോർത്ത് 5 ഇയർ പ്ലാൻ അല്ലേ? ഫോർത്ത് 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ വർഷം 1969 തൊട്ട് 1974 വരെയാണ് ഫോർത്ത് 5 ഇയർ പ്ലാൻ വരുന്നത്. സോ അപ്പൊ അറിയണം അതിനിടയിൽ വരുന്ന കമ്മിറ്റീസ് ഏതൊക്കെയാ? നീ പറയാൻ പറ്റും? പറഞ്ഞു. ശ്രീവാസ്തവ കമ്മിറ്റി ഉണ്ടോ? ശ്രീവാസ്തവ കമ്മിറ്റിയോടല്ലേ? അപ്പൊ 69-നും 74-നും ഇടയ്ക്ക് ശ്രീവാസ്തവ കമ്മിറ്റി ഉണ്ട്. വേറെ കമ്മിറ്റി ഉണ്ടോ? ആൻഡ് ദ കർത്താർ സിംഗ് കമ്മിറ്റി ഉണ്ടോ? ദ കർത്താർ സിംഗ് കമ്മിറ്റി. കർത്താർ സിംഗ് കമ്മിറ്റിയും ആൻഡ് ദ ശ്രീവാസ്തവ കമ്മിറ്റിയും വരുന്ന 5 ഇയർ പ്ലാൻ ചോദിച്ചു കഴിഞ്ഞാൽ 69 തൊട്ട് 74-നിടയില് 69-ന്റെയും 74-74 വരുന്ന 5 ഇയർ പ്ലാൻ ദ ഫോർത്ത് 5 ഇയർ പ്ലാൻ ആണ്. കർത്താർ സിംഗും ആൻഡ് ദ ശ്രീവാസ്തവ കമ്മിറ്റിയുമാണ് അവിടെ വരുന്നത്. സോ ഇത്രയും ക്ലിയർ ആയോടെ? ക്ലിയർ ആയി. ക്വസ്റ്റ്യൻ വന്നാൽ എഴുതുമല്ലോ. സോ ക്വസ്റ്റ്യൻ വന്നാൽ എഴുതും. സോ ദ ശ്രീവാസ്തവ കമ്മിറ്റിയും ആൻഡ് ദ കർത്താർ സിംഗ് കമ്മിറ്റിയും വന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദ 5 ഇയർ പ്ലാൻ ചോദിക്കുകയാണെങ്കിൽ ഏത് എഴുതും? കാണുന്നുണ്ടോ? ഇതിന്റെ നമ്മുടെ ഇത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അത്ര വളരെ എഫക്റ്റീവ് അല്ലേ? കാണുന്നുണ്ടല്ലോ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വളരെ എഫക്റ്റീവ് അല്ലേ? കാരണം ആദ്യം തൊട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഫസ്റ്റ് റാങ്ക് എത്തിക്കൂടെ? എത്താം. ഏറ്റവും ഫസ്റ്റ് റാങ്ക് എത്തിക്കൂടെ? ആരൊക്കെ എത്തും? എല്ലാവരും എത്തും. അറിയണം. ഫസ്റ്റ് 100 റാങ്ക് ലക്ഷ്യം ഫസ്റ്റ് 100 റാങ്കാണ്. ഫസ്റ്റ് 100 റാങ്ക് ലക്ഷ്യം. എല്ലാവരും അതുപോലെ ഇരുന്ന് പഠിക്കുക. സോ നമുക്ക് നോക്കാം, ബാക്കി നോക്കണ്ടേ? സോ അറിയണം. വീണ്ടും ചോദിക്കണം, ദ ഫോർത്ത് 5 ഇയർ പ്ലാനകത്ത് വരുന്ന ദ കമ്മിറ്റീസ് ഏതൊക്കെയാ? ഫോർത്ത് 5 ഇയർ പ്ലാനകത്ത് വരുന്ന ദ കമ്മിറ്റീസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെ എഴുതും? ആൻസർ പറയടേ. ഇത് ഫോർത്ത് 5 ഇയർ പ്ലാൻ ആരൊക്കെയുണ്ട്? ഫോർത്ത് 5 ഇയർ പ്ലാൻ വരുന്ന കമ്മിറ്റീസ് ഏതൊക്കെയാ? ശ്രീവാസ്തവ ആൻഡ് അടുത്ത ഏതാ? കർത്താർ സിംഗ് കമ്മിറ്റി അല്ലേ? ശ്രീവാസ്തവയും ആൻഡ് ദ കർത്താർ സിംഗ് രണ്ടുപേരും വരുന്നത് എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ ദ ഫോർത്ത് 5 ഇയർ പ്ലാനിലാണ്. സോ ഇനി വേറെ 5 ഇയർ പ്ലാൻ ഉണ്ടോ? ആൻസർ ചെയ്യുക. ഇനി വേറെ 5 ഇയർ പ്ലാൻ ഉണ്ടോ? ആൻസർ വേറെ ഉണ്ടോടെ? ഇനി അതുകൊണ്ട് ഈ 5ാമത്തെ 5 ഇയർ പ്ലാനിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. 5ാമത്തെ 5 ഇയർ പ്ലാനിൽ വേറെ കമ്മിറ്റീസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ എങ്കിലും നിങ്ങൾ ജസ്റ്റ് വർഷം അറിഞ്ഞിരിക്കുക. 5ാമത്തെ 5 ഇയർ പ്ലാൻ വന്ന വർഷം
1974 തൊട്ട് 79 വരെ. 74 തൊട്ട് 79 വേറെ കമ്മിറ്റീസ് ഒന്നുമില്ല. പക്ഷെ ആറാമത്തെ സിക്സ്ത് എന്താ 5 ഇയർ പ്ലാനിൽ കമ്മിറ്റി ഉണ്ടോടെ? ഉണ്ടോ? അതേ വർഷമായിരിക്കും. സിക്സ് എന്ന് പറയുമ്പോൾ 1980 തൊട്ട് 85 വരെ. 1980 തൊട്ട് 85 വരെ ഒരു സംഭവം ഉണ്ട്. എല്ലാവരും ദ നാഷണൽ ഹെൽത്ത് പോളിസി കേട്ടിട്ടുണ്ടോ? ദ നാഷണൽ ഹെൽത്ത് പോളിസി. അല്ലേ, കേട്ടിട്ടുണ്ടല്ലോ നാഷണൽ ഹെൽത്ത് പോളിസി. അത് വന്ന വർഷം ഏതാ? 1983. 1983 വന്ന നാഷണൽ ഹെൽത്ത് പോളിസി അത് ഏത് കമ്മിറ്റി എന്ന് ചോദിക്കും. ആറാമത്തെ 5 ഇയർ പ്ലാനിലാണ്. ആറാമത്തെ 5 ഇയർ പ്ലാനിലാണ് ദ നാഷണൽ ഹെൽത്ത് പോളിസി വന്നത്. വർഷം 1983 അല്ലേ? നാഷണൽ ഹെൽത്ത് പോളിസി എന്ന വർഷം ഏതാ? 1983. ചോദ്യം വരുവേ, നാഷണൽ ഹെൽത്ത് പോളിസി എന്ന വർഷം 83 ആണെങ്കിൽ ആ 5 ഇയർ പ്ലാൻ ഏതാ? ആറാമത്തെ 5 ഇയർ പ്ലാൻ. ആറാമത്തെ 5 ഇയർ പ്ലാൻ എന്ന കാര്യം ഒരിക്കലും മറക്കരുത്. ചോദ്യം വരും, എഴുതുമല്ലോ. ഇനി വേറെ ഇനി വേറെ 5 ഇയർ പ്ലാൻ ഉണ്ടോ? ഉണ്ട്. ആൻഡ് 7th വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിന് എട്ടാമത്തിൽ എന്തുകൊണ്ട്? എട്ടാമത്തെ വന്ന വർഷം ഏതാ? ആൻഡ് 7th വന്ന വർഷം ഏതാടെ? 1985 തൊട്ട് 1990 അല്ലേ? 85 തൊട്ട് 1990 7th തോന്നുന്നു. ആൻഡ് എട്ടാമത്തെ വന്ന് എപ്പോഴാ? എട്ടാമത്തെ എപ്പോഴാണ്? 1992 തൊട്ട് 1997. 1992 തൊട്ട് 1997 വരെ എട്ടാമത്തെ കമ്മിറ്റി. എട്ടാമത്തെ 5 ഇയർ പ്ലാൻ വന്നത്. അവിടെ ഏതെങ്കിലും കമ്മിറ്റി ഉണ്ടോ? ഒരു കമ്മിറ്റിയുടെ പേര് സ്ഥിരം കേൾക്കുന്നതാണ്. എല്ലാവരും ബജാജ് കമ്മിറ്റി കേട്ടിട്ടുണ്ടോ? ദ ബജാജ് കമ്മിറ്റി എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റി എന്ന വർഷം ചോദിച്ചാൽ ഏത് വർഷമായിരിക്കും? ആ ഒരു 5 ഇയർ പ്ലാൻ ഏതാ? എല്ലാരും പറ. ഇത് എട്ടാമത്തെ അല്ലേ? എട്ടാമത്തത് വന്ന വർഷം 1992 തൊട്ട് 1997 വരെയാണല്ലേ? ചോദ്യം വരും, ക്വസ്റ്റ്യൻ വരും. കമ്മിറ്റി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ബജാജ് കമ്മിറ്റി വന്ന 5 ഇയർ പ്ലാൻ ചോദിച്ചാൽ അത് എട്ടാമത്തതാണ്. വർഷത്തിനിടയ്ക്ക് ഏത് വർഷം? 1992 തൊട്ട് 1997 വരെ. ശരിക്കും ഇത് ബജാജ് കമ്മിറ്റി ഈ വർഷമാണോ? ശരിക്കും ചോദിക്കുകയാണെങ്കിൽ ദ ബജാജ് കമ്മിറ്റി വന്ന വർഷം ഏതാ? 1986 ശരിക്കും ദ ബജാജ് കമ്മിറ്റി എന്താണ് വരുന്നത്? 1986 വർഷം മറക്കരുത്. പക്ഷേ അത് ഏത് 5 ഇയർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ അത് എട്ടാമത്തെ 5 ഇയർ പ്ലാനിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലേ? യെസ്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയി. ഇനി വേറെ 5 ഇയർ പ്ലാൻ ഉണ്ടോ? നെക്സ്റ്റ് പറഞ്ഞു വേറെ ഉണ്ടോ? ഉണ്ട്. അടുത്ത ഏത് 5 ഇയർ പ്ലാൻ ഉണ്ട്? അടുത്ത ഏത് 5 ഇയർ പ്ലാൻ ഉണ്ട്? കമന്റ് ആൻസേഴ്സ്. അടുത്ത ഏതുണ്ട്? അടുത്ത വേറെ 5 ഇയർ പ്ലാൻ ഉണ്ടല്ലേ? അടുത്ത 9th ഉണ്ടല്ലേ? അടുത്ത 9th 5 ഇയർ പ്ലാൻ പ്രത്യേകത. 9ാമത്തിന്റെ പ്രത്യേകത, 9th പ്രത്യേകത. 1997 തൊട്ട് 2002 വരെ. 2002 വരെയുള്ള എന്താണ്? 9th 5 ഇയർ പ്ലാൻ ആണ്. അവിടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് കേട്ടിട്ടുണ്ടോ? അത് വീണ്ടും റിവൈസ് ചെയ്ത വർഷമല്ലേ? ചോദിക്കും. ദ നാഷണൽ ഹെൽത്ത് പോളിസി റിവൈസ് ചെയ്ത വർഷം വെച്ച് 2002 അല്ലേ? മറക്കരുത്. ചോദ്യം വന്നാൽ എല്ലാവരും ഇനി ചോദിക്കും ഏറ്റവും അവസാനത്തെ 5 ഇയർ പ്ലാൻ ഏതാ? 9ആണോ? അല്ല. 10ാമത്തെ 5 ഇയർ പ്ലാൻ വന്ന വർഷം 2007 തൊട്ട് 2012. 10ാമത്തെ 5 ഇയർ പ്ലാൻ വർഷം 2007 തൊട്ട് 2012 വരെ. 12ാമത്തെ എപ്പോഴാ? അല്ല, 10ാമത്തത് എപ്പോഴാ? 10ാമത്തത് എന്താ കിട്ടി? ഇനി 12ാമത്തെ എപ്പോഴാ? 2012 തൊട്ട് 12ാമത്തെ എപ്പോഴാ? 11 2007 തൊട്ട് 12 വരെ. ഇനി 12ാമത് ചോദിച്ചു കഴിഞ്ഞാൽ 2012 2017 വരെ അല്ലേ? ഇതിനിടയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ വന്നിട്ടില്ല. ചോദ്യം വരും. ഫസ്റ്റ് വരുന്ന ചോദ്യം ഈ പറഞ്ഞ ഫസ്റ്റ് ചോദ്യം ഇത് മുതലേൽ കമ്മിറ്റി വന്ന വർഷം
അടുത്തുള്ളത് 62. 62ൽ ദ മുതലിയാർ കമ്മിറ്റി വന്നു, ദ ഹെൽത്ത് സർവേ ആൻഡ് ദ പ്ലാനിംഗ് കമ്മിറ്റി വന്നു. അത് വരുന്ന ഈ പറഞ്ഞ കമ്മിറ്റി ചോദിച്ചു കിട്ടി. ഈ അത് വന്ന ഇത് പ്ലാനിങ് ചോദിച്ചാലോ, അത് വരുന്നത് ഫസ്റ്റ് ഫയർ പ്ലാൻ ചോദിച്ചാലോ, ഏതിലാ ഇത് മുതലിയാർ കമ്മിറ്റി വരുന്നത്? ഏതിലാ ഇത് മുതലിയാർ കമ്മിറ്റി വരുന്ന ചോദ്യം വരും? ഇത് മുതലിയാർ കമ്മിറ്റി വരുന്ന ഫയർ പ്ലാൻ ചോദിച്ചാൽ ഇത് എഴുതും. ചോദിക്കൂടെ ഇത് മുതലിയാർ വരുന്ന ഏതായിരിക്കും? സെക്കൻഡ് അല്ലേ? യെസ്, ഇത് മുതലിയാർ വരുന്ന എവിടെ? സെക്കൻഡിലാണ്. ആൻഡ് ദ ചദ്ദ കമ്മിറ്റി വരുന്നത് ഏത് ഫയർ പ്ലാനില്ല? ദ തേർഡിലാണ്. ആൻഡ് ദ ജുങ്കൻവാല വരുന്നത് എവിടെയാ? ജുങ്കൻവാല വരുന്നത് എവിടെയാ? അതും തേർഡിലാണ്, മറക്കരുത്. ആൻഡ് ദ കർത്താർ സിംഗ് വരുന്ന എവിടെ? ആൻഡ് ദ കർത്താർ സിംഗ് കമ്മിറ്റി വരുന്ന എവിടെയാ? ദ ഫോർത്തിലാണ്. ചോദിക്കുകയെ. ആൻഡ് ദ ശ്രീവാസ്തവ വരുന്നത് എവിടെയാ? ഫോർത്തിലാണ്. ആൻഡ് ദ നാഷണൽ ഹെൽത്ത് പോളിസി 1983 ദ നാഷണൽ ഹെൽത്ത് പോളിസി വരുന്നത് ആറാമത്തെ ഫയർ പ്ലാനിലാണ്. ആൻഡ് ദ ബജാജ് കമ്മിറ്റി വരുന്നത് 8ാമത്തെ ഫയർ പ്ലാനിലാണ്. ഇനി 2002 ഈ പറഞ്ഞ നാഷണൽ ഹെൽത്ത് പോളിസി വരുന്നത് 9ാമത്തെ ഫയർ പ്ലാനിലാണ്. സോ ഇത്രയുമാണ് ദ ഫയർ പ്ലാനും അതുമായി ബന്ധപ്പെട്ടത് കമ്മിറ്റീസുമായി ബന്ധപ്പെട്ടത് ചോദിച്ചാൽ ഒരു ഉത്തരം ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് എഴുതാൻ സാധിക്കും. ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇത് കമ്മിറ്റീസ് മാത്രമാണ്, ശരിയല്ലേ? ഇത്രയും വർഷം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കമ്മിറ്റീസ് മാത്രമാണ്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കമ്മിറ്റീസും ആൻഡ് ദ ഫയർ പ്ലാൻ തമ്മിൽ ഇത് മിക്സ് ചെയ്ത് ചോദിച്ചാൽ ഉത്തരം എഴുതാൻ പറ്റുമല്ലോ അവിടെ? പറ്റുമല്ലോ? യെസ്, എഴുതാൻ പറ്റും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? യെസ്, താങ്ക് യു സോ മച്ച്. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.